നേർക്കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വാദം പൊളിയിക്കുന്ന നേർക്കാഴ്ചയിലേക്ക്. സംസ്ഥാനത്ത് അതിദരിദ്രരില്ല എന്ന സർക്കാർ വാദം പൊളിയുന്ന കാഴ്ച. തിരുവനന്തപുരം സ്വദേശി ശാന്തയും മകളും കുടുംബവും വർഷങ്ങളായി ജീവിക്കുന്നത് തെരുവിലാണ്. ഭവനരഹിതർക്ക് അടച്ചുറപ്പുള്ള വീട് ഉറപ്പാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനവും പാഴ്വാക്കായി. വിവരങ്ങളുമായി MS വീണ ചേരുന്നുണ്ട്. വീണ, LDF വരും, എല്ലാം ശരിയാകും, 10 വർഷമായി ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല, അതിന് പുറമെ അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനം എന്നൊരു വലിയ പ്രഖ്യാപനം, അതും മനസ്സിലാക്കേണ്ടത് ഈ ദരിദ്രർക്കുള്ള ഫണ്ട് അതെടുത്താണ് ഈ ആഘോഷ ചടങ്ങുകളൊക്കെ ഗംഭീരമായി പൂർത്തിയാക്കിയത്. ഇപ്പോഴും തലസ്ഥാനത്ത് ഈ ഒരു അടച്ചുറപ്പില്ലാത്ത വീട് പോലും ഇല്ലാത്തൊരു കുടുംബം ഉണ്ട്. എന്താണ് വീണ വിശദാംശങ്ങൾ? ഇതൊന്നും സർക്കാർ കാണുന്നില്ലേ? തീർച്ചയായും അശ്വതി, ഇത് ഭരണസിരാ കേന്ദ്രത്തിന്റെ സമീപനമാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഹൃദയഭാഗത്താണ് പുത്തരിക്കണ്ടം. ആ പുത്തരിക്കണ്ടം മൈതാനത്തിന് മുൻവശത്താണ്, കവാടത്തിന്റെ മുൻവശത്താണ് ശാന്തയും മകൾ സിന്ധുവും ആ കുടുംബവും, സിന്ധുവിന്റെ കുടുംബവും 2 കുഞ്ഞു മക്കളും അടക്കമുള്ളവർ അന്തി ഉറങ്ങുന്നത്. ഒന്നല്ല രണ്ടല്ല, വർഷങ്ങളേറെയാകുന്നു ഇവർ ഇവിടെ അന്തി ഉറങ്ങാൻ തുടങ്ങിയത്. പക്ഷേ സർക്കാർ പരിപാടികളടക്കം നടക്കുന്ന പുത്തരിക്കണ്ടം മൈതാനത്തിൽ ഇവരിങ്ങനെ ജീവിക്കുമ്പോൾ ഇന്ന് വരെ സർക്കാർ അധികൃതരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. പ്രഖ്യാപനങ്ങൾ മാത്രമായി പോകുന്നു. പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കായി പോകുന്നതിന്റെ ഏറ്റവും വസ്തുനിഷ്ഠമായ ദൃശ്യങ്ങളാണ് ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് തിരുവനന്തപുരം നഗരത്തിൽ, അതായത് ഈ മാസം 1-ാം തീയതി, നവംബർ മാസം 1-ാം തീയതിയാണ് സംസ്ഥാനത്ത് അതിദാരിദ്ര്യ പ്രഖ്യാപനം സർക്കാർ നടത്തിയത്. അതായത് അതിദാരിദ്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ ഭക്ഷണത്തിനായിട്ടായാലും സുരക്ഷിതമായൊരു കിടപ്പാടത്തിനായിട്ടും തൊഴിലായിട്ടും ഈ 4 കാര്യങ്ങൾക്കും കേരളത്തിൽ ആരും ബുദ്ധിമുട്ടുന്നില്ല. 3 നേരം ഭക്ഷണം കഴിക്കാനുണ്ട്. കൃത്യമായിട്ടുള്ള മഴ നനയാതെയും വെയിൽ കൊള്ളാതെയും മഞ്ഞ് കൊള്ളാതെയും ഒക്കെ കഴിയാൻ അടച്ചുറപ്പുള്ള ഒരു വീടുണ്ട്. അത്തരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് 1-ാം തീയതി സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ഭരണസിരാ കേന്ദ്രത്തിന്റെ സമീപനം തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു കുടുംബം ജീവിക്കുന്നത് എന്നുള്ളതാണ്. പകൽ അന്തിയോളം ഇവർക്ക് കഴിയുന്നത് പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ മുൻ കവാടത്തിന് മുൻവശത്ത് പുതപ്പും ഒക്കെ വിരിച്ചുകൊണ്ടാണ്. ശുചിമുറി, അതായത് സുലഭ എന്ന് പറയുന്ന ഒരു ശുചിമുറി കേന്ദ്രമുണ്ട് അവിടെ. അതിന്റെ സമീപത്താണ് ഇവരുടെ തുണികളും വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയാനുള്ള തിരുവനന്തപുരത്തുള്ളവരാണ്. അവർക്ക് ഇന്ന് വരെ ഒരു റേഷൻ കാർഡ് പോലും ഇല്ലെന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛന്റെ കുടുംബത്തിൽ ഇതുമായി ബന്ധപ്പെട്ട റേഷൻ കാർഡ് ഉണ്ട് എന്ന് സിന്ധു പറയുന്നുണ്ട്. എന്നാൽ പേര് വെട്ടിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നുണ്ട്. മേയർ ആര്യ രാജേന്ദ്രൻ അടക്കം 2 തവണ പരാതി നൽകി. തിരുവനന്തപുരം കളക്ടറേറ്റിലടക്കം 2 തവണ പരാതി നൽകി. യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നാണ് അമ്മയടക്കം ശാന്ത നമ്മോട് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത്, ഇപ്പോൾ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പായി മുഖ്യമന്ത്രി അടക്കം പല പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. ഈ വാർദ്ധക്യ പെൻഷൻ കൃത്യമായി നൽകും, 35 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കൊക്കെ 1000 രൂപ നൽകുന്ന പലതരത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കാൻ പട്ടികയിലുണ്ടോ എന്ന് നമുക്കൊന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം സർക്കാർ ഇവരെ തിരിഞ്ഞു നോക്കാത്തത്. വോട്ടില്ലെങ്കിൽ ഒരു വികസനവും വേണ്ട, നിങ്ങൾക്ക് വീടും വേണ്ട, അതാണോ സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡ്? തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ ഈ കുടുംബവുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് ആകെയുള്ളത് ആധാർ മാത്രമാണ്. ആധാർ രേഖ മാത്രമേ അവർക്ക് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പോലും അറിയില്ല. അവർക്ക് ഇതുവരെ വോട്ട് ചെയ്തതിനെ കുറിച്ച് പോലും കൃത്യമായിട്ടൊരു ധാരണയില്ല. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട്, ചില പറച്ചിലുകൾ കേൾക്കുന്നുണ്ട്. വാടക വീട് മുമ്പ് അവർ എടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, ജോലിയൊന്നും കിട്ടുന്നില്ല. അതിനാൽ തന്നെ ചെറിയ തൊഴിലൊക്കെ ചെയ്താണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് എന്നുള്ളത് പറയുന്നു. ഇവർക്ക് റേഷൻ കാർഡ് ഇല്ല, അതുപോലെ തന്നെ വോട്ടർ ID കാർഡ് ഇല്ല, അത്തരത്തിലുള്ള ഒന്നും തന്നെയില്ല. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതിനു ശേഷം അധികാരികൾ ഇവരെ അടുത്തെത്തി ചിത്രങ്ങളും മറ്റുമൊക്കെ, അതായത് ഇവരുടെ ചിത്രങ്ങളൊക്കെ എടുത്തു പോകുന്നതല്ലാതെ, ഉദ്യോഗസ്ഥർ വന്ന് ചിത്രങ്ങളൊക്കെ എടുത്തു പോകുന്നതല്ലാതെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്ന എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഈ കുടുംബത്തെ കണ്ടപ്പോൾ ചോദിച്ചത്, തിരഞ്ഞെടുപ്പ് എടുത്തു, അപ്പോൾ മണ്ഡലത്തിൽ, അതായത് തിരുവനന്തപുരം ജില്ലയിലെ വാർഡുകളടക്കം കേന്ദ്രീകരിച്ച് തകൃതിയായിട്ട് ഈ പ്രചരണമൊക്കെ നടക്കുന്നുണ്ട്. ഏതെങ്കിലും കക്ഷികൾ വന്ന് നിങ്ങളെ കണ്ടിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ ആകെ പറഞ്ഞത് നമ്മുടെ BJP ജനകീയ നേതാവായ VV രാജേഷ് മാത്രമാണ് കണ്ടത്. അദ്ദേഹം അവിടെ ഒരു അപ്രതീക്ഷിത പരിപാടിയുമായി എത്തിയപ്പോൾ അദ്ദേഹമാണ് ഇവരെ കണ്ടത്. ഈ കുടുംബത്തിന്റെ ദയനീയാവസ്ഥയിൽ അദ്ദേഹം വിശദാംശങ്ങളൊക്കെ ചോദിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്താൽ കഴിയുന്ന സഹായങ്ങൾ അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോഴും അദ്ദേഹവും ഏറെ വേദനാജനകമായിട്ടാണ് ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഏറെ ദുഃഖം തോന്നിയെന്നാണ് പറഞ്ഞത്. ഒരു പൊതുപരിപാടിയുമായി പങ്കെടുക്കാൻ അവിടെ എത്തിയപ്പോൾ യാദർശികമായാണ് ഈ ഒരു കുടുംബത്തെ കണ്ടത്. ചെറിയ കുട്ടികളെ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് BJP അധികാരത്തിലേറിയാൽ ഉടൻ തന്നെ ഈ ഒരു കാഴ്ച തന്നെയാണ് അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചതും. ആ
ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പത്രികാ സമർപ്പണത്തിൻ്റെ അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. അടുത്ത 5 വർഷം BJP തിരുവനന്തപുരം നഗരസഭ ഭരിക്കുമ്പോൾ വീടില്ലാത്തവരായി ആരും കാണില്ല, എല്ലാവർക്കും വീട് ഉറപ്പിക്കും ഉറപ്പാക്കും എന്നുള്ള ഒരു ഉറപ്പ് കൂടിയാണ് അദ്ദേഹം നൽകിയത്. ഇത്തരത്തിലുള്ള പൊതുജനങ്ങളുടെ വിഷയങ്ങൾ BJPയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. 10 വർഷം ഭരിച്ചിട്ടും പിണറായി വിജയൻ സർക്കാർ ഇതൊന്നും കണ്ടിട്ടില്ല. മേയർ ആര്യ രാജേന്ദ്രൻ നഗരസഭയിലടക്കം വലിയ വികസന പദ്ധതികൾ ശ്രദ്ധിക്കും. ആറ്റുകാൽ അവിടുത്തെ ചുടുകട്ടയിലല്ലേ ആര്യ രാജേന്ദ്രന്റെ കണ്ണ്. എന്തായാലും നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം വീണ. എന്തായാലും വളരെ ഒരു ന്യൂസ് വാല്യൂള്ള ഒരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് വീണ എത്തിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ വാദം അപ്പാടെ പൊളിയിക്കുന്ന ഒരു വാർത്തയാണ് ജനം TV ഈ നിമിഷം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.